നാവിക യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കരിങ്കടലിൽ നടന്നിരിക്കുന്നു. കോടികൾ വിലമതിക്കുന്ന അതിശക്തമായ മിസൈലുകൾ വഹിക്കുന്ന ഒരു കൂറ്റൻ റഷ്യൻ അന്തർവാഹിനിയെ താരതമ്യേന ചെലവ് കുറഞ്ഞ ഒരു ചെറിയ ഡ്രോൺ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഉക്രൈന്റെ സീ ബേബി എന്ന് വിളിക്കുന്ന ഡ്രോണുകൾ കരിങ്കടലിൽ റഷ്യക്ക് നൽകിയത് കനത്ത പ്രഹരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ കുഞ്ഞന്മാർ ഈ പടുകൂറ്റിനെ തകർത്തെറിഞ്ഞത്? ഉക്രൈൻ സുരക്ഷാ സൈന്യം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കരിങ്കടലിലെ നൊവറോസിസ്ക് തുറമുഖത്താണ് ഈ ഓപ്പറേഷൻ നടന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധസമയത്ത് ഒരു അന്തർവാഹിനിക്ക് നേരെ ഇത്തരമൊരു അണ്ടർ വാട്ടർ ഡ്രോൺ ആക്രമണം വിജയിക്കുന്നത്. ഉക്രൈൻ തദ്ദേശീയമായി വികസിപ്പിച്ച സീ ബേബി ഡ്രോണുകൾ കാലിബർ ക്രൂയിസ് മിസൈലുകൾ വഹിച്ചിരുന്ന റഷ്യൻ അന്തർവാഹിനിയെ ഇടിച്ചു തകർത്തു എന്നാണ് റിപ്പോർട്ട്. യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യൻ അന്തർവാഹിനിക്ക് നേരെ നടക്കുന്ന ആദ്യത്തെ വിജയകരമായ ആക്രമണമാണിത്. റഷ്യൻ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടായപ്പോൾ സുരക്ഷിതമെന്ന് കരുതിയാണ് അവർ കപ്പലുകളെ നൊവറോസിസ്കിലേക്ക് മാറ്റിയത്. എന്നാൽ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത ഉക്രൈന്റെ അത്യാധുനിക ഈ ഡ്രോണുകൾ അവിടെയും കടന്നുകൂടിയിരിക്കുന്നു. അമേരിക്കയുടെ സഹായത്തോടെ സമുദ്രയുദ്ധത്തിൽ ഉക്രൈന്റെ ശേഷി 10 മടങ്ങ് വർദ്ധിച്ചതിന്റെ തെളിവാണിത്. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഉക്രൈൻ നഗരമായ ഒഡേസയിൽ റഷ്യൻ ആക്രമണം തുടരുന്നതിനിടെയാണിത്. നാവിക യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം ആണിപ്പോൾ ഈ കരിങ്കടലിൽ നടന്നിരിക്കുന്നത്. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ തുറമുഖങ്ങൾക്കും ഊർജ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരിങ്കടലിലെ വ്യാപാരപാതകൾ ഇപ്പോൾ മുൾമുനയിലാണ്. ചുരുക്കത്തിൽ കോടികൾ വിലമതിക്കുന്ന അന്തർവാഹിനികൾക്ക് പോലും ചെറിയ ഡ്രോണുകൾ ഭീഷണിയാകുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ജാഗ്രതയോടെ കാണേണ്ട ഒരു മാറ്റമാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.